എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് പുഴുങ്ങി എടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിഞ്ഞും എടുത്ത് ഒന്ന് മുറിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, കടുക് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇത് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയ ഉടൻ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഇത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. വറുത്ത ജീരകവും ഉലുവയും എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഇട്ടാൽ മതിയാകും. 1 സ്പൂണും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പിടിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും ഉലുവയും എല്ലാം ഒരേപോലെ വെക്കണം. അതിലേക്ക് 1 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുക്കുക. കരിഞ്ഞു പോകരുത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആ വെള്ളം ഇനി വറ്റി കുറുകി വരണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ തിളച്ച് കുറുകി വരണം. ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗറാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ല കുറുകി വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ച ലെമൺ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീരെ കയ്പില്ലാത്ത ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറാണിത്. ഇനി ബാക്കിയിരുന്ന പൊടിച്ചു വെച്ച സാധനങ്ങളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണവും ഉണ്ട്. നല്ല അച്ചാറിൻ്റെ മണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.